അന്ന് രാത്രി എത്രയൊക്കെ ശ്രമിച്ചിട്ടും അനന്യക്ക് ഉറക്കം വന്നില്ല. മനസ്സിൽ ചിന്തകളുടെ വേലിയേറ്റമാണ്. കിടക്കയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞിട്ടും കണ്ണുകളിൽ ഉറക്കം വന്നതേയില്ല. ഒടുവിൽ അവൾ മെല്ലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. നിശബ്ദത തളം കെട്ടി നിന്ന ആ രാത്രി സ്വന്തം കാൽപെരുമാറ്റം പോലും പുറത്ത് കേൾപ്പിക്കാതെ അവൾ പതിയെ ആദിത്യൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയുടെ വാതിൽ ചെറുതായി തുറന്ന് കിടപ്പുണ്ടായിരുന്നു. അവൾ അകത്തേക്ക് നോക്കി. യാതൊരുവിധ ആകുലതകളുമില്ലാതെ തികച്ചും ശാന്തനായവൻ സുഖനിദ്രയിൽ ഉറങ്ങുകയാണ്. അവൻ്റെ ശാന്തമായ മുഖം കണ്ടപ്പോൾ അവളുടെ അസ്വസ്ഥമായ മനസ്സിന് എവിടെയോ ഒരു ആശ്വാസം തോന്നി. കിളിനാദങ്ങളും നേർത്ത മഞ്ഞും ജനൽപ്പാളികളിൽ മുറിയിലുള്ളിലേക്ക് അരിച്ചു കയറിയ പുലർക്കാലമായിരുന്നു അത്. പുലർച്ചെയുള്ള തണുപ്പിൽ പുതപ്പിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടിയ ആദിത്യൻ പതുക്കെ കണ്ണുകൾ തുറന്നു. ഉറക്കത്തിൻ്റെ ആലസ്യം പൂർണ്ണമായും വിട്ടുമാറിയുന്നില്ല അവൻ്റെ മുഖത്ത്. എന്നാൽ തൊട്ടടുത്ത് ആരോ ശ്വാസമെടുക്കുന്ന ശബ്ദം കേട്ടാണ് അവൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നത്. അവൻ തിരിഞ്ഞു നോക്കി. അവിടെ തൻ്റെ തൊട്ടരികിൽ യാതൊരു ഭയവുമില്ലാതെ കിടന്നുറങ്ങുന്ന അനന്യയെ കണ്ട് ആദിത്യൻ ഒരു നിമിഷം അമ്പരന്ന് പോയി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഹൃദയമിടിപ്പ് വേഗത്തിലായി. തലച്ചോറിലേക്ക് പ്രകോപനത്തിൻ്റെ കനലുകൾ കോരിയിട്ടതുപോലെ തോന്നി. ഇവളെങ്ങനെ ഇവിടെ? ഇവൾക്കെന്താ എൻ്റെ മുറിയിൽ കാര്യം? എൻ്റെ വണ്ടിലെന്താ ഇവൾ കിടക്കുന്നത്? അവൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ അലയടിച്ചു. അമ്പരപ്പ് പെട്ടെന്ന് തന്നെ കടുത്ത ദേഷ്യത്തിലേക്ക് വഴിമാറി. തൻ്റെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ അതിക്രമിച്ചു കയറി അവളോടുള്ള അമർഷം നിയന്ത്രിക്കാൻ അവനായില്ല. അവനൊട്ടും ദയയില്ലാതെ കഠിനമായൊരു ഭാവത്തോടെ അവളെ തന്നിൽ നിന്നും ദൂരേക്ക് തള്ളി മാറ്റി. പെട്ടെന്നുള്ള ആ തള്ളലിൽ ആഴത്തിലുള്ള ഉറക്കത്തിൽ നിന്ന് പാവം അനന്യ കട്ടിൽ നിന്നും നിലത്തേക്ക് തെറിച്ചു വീണു. കഠിനമായ തറയിൽ വീണ് അവളുടെ ശരീരത്തിൽ വേദന വന്നു. ഭയവും വേദനയും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിലത്തിരുന്ന് തല കൈകളിൽ താങ്ങി അവൾ ഉറക്കെ കരഞ്ഞുപോയി. അമ്മേ, ഞാൻ എൻ്റെ നടുവൊടിഞ്ഞു. അവളുടെ അലർച്ചയിൽ നിസ്സഹായതയും വേദനയും ആഴമുണ്ടായിരുന്നു. കരച്ചിലിനിടയിലും അവൾ പതിയെ തലയുയർത്തി നോക്കി. അവിടെ കത്തുന്ന മിഴികളുടെ ഒരു ക്രൂരനെ പോലെ തന്നെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ആദിത്യനെയാണ് അവൾ കണ്ടത്. അവൻ്റെ കണ്ണുകളിൽ ദയയുടെ ഒരു കണിക പോലും അവശേഷിച്ചിരുന്നില്ല. കോപം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു തൊടുത്തിരിക്കുന്നു. അവൻ കട്ടിൽ നിന്നിറങ്ങി അവളുടെ നേർക്ക് നടന്നു. ശബ്ദമുയർത്തി ദേഷ്യം കടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, നീ എന്താടി എൻ്റെ വീട്ടിൽ? മര്യാദക്ക് പറയടി. ആരോട് ചോദിച്ചാടി നീ ഇവിടെ കിടന്നേ? അവൻ്റെ വാക്കുകൾ ഓരോന്നും അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അനന്യ പേടിയോടെ ഒന്ന് പിൻവാങ്ങി. വിറക്കുന്ന ശബ്ദത്തിൽ കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ മറുപടി പറയാൻ ശ്രമിച്ചു. ഇന്നലെ രാത്രി എനിക്ക് എത്ര കിടന്നിട്ടും ഉറക്കം വരുന്നില്ല സാർ. എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കിടക്കാറില്ല. എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കിടന്നത്. സോറി. അവൾ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാതെ അവൻ ഇടയ്ക്കു കയർത്തു. അതിനർത്ഥം നീ എൻ്റെ മുറിയിലേക്ക് വലിഞ്ഞു കയറി വരണമെന്നാണോ? അവൾ പറഞ്ഞ കാരണങ്ങളൊന്നും ആദിത്യൻ്റെ ദേഷ്യം തണുപ്പിക്കാൻ പോന്നവയായിരുന്നില്ല. അവൻ അവളെ അതിരൂക്ഷമായി വഴക്കു പറയാൻ തുടങ്ങി. അവളുടെ അവസ്ഥയോ ഭയമോ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കുറ്റപ്പെടുത്തലും ശാസനകളുടെയും ഒരു പെരുമയ തന്നെയാണ് അവൻ അവൾക്ക് നേരെ ചൊരിഞ്ഞതും. അപമാനിതയായി തല താഴ്ത്തു നിന്ന് കരയാൻ മാത്രമേ ആ നിമിഷം ആ പാവം പെൺകുട്ടിക്ക് കഴിഞ്ഞുള്ളൂ. നിലത്തു നിന്നും പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന അവളുടെ മുഖത്തേക്ക് ആദിത്യൻ്റെ നോട്ടം നീണ്ടു. വേദന സഹിക്കാനാവാതെ ചുണ്ടുകൾ കടിച്ചമർത്തുന്ന അവളിലെ അസ്വസ്ഥത അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വീഴ്ചയുടെ ആഘാതം അവളുടെ ഓരോ ചലനത്തിലും പ്രകടമായിരുന്നു. അവൻ്റെ ഉള്ളിലെ ദേഷ്യം നേരിയ തോതിൽ പിൻവാങ്ങി. പകരം ഒരു ആകാംക്ഷ നേലിച്ചു. അവൻ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, തനിക്ക് ശരിക്കും ഇടുപ്പ് വേദനിക്കുന്നുണ്ടോ? അനന്യ പെട്ടെന്ന് മറുപടിയൊന്നും പറഞ്ഞില്ല. വിറക്കുന്ന കൈകൾ കൊണ്ട് ഇടുപ്പിൽ അമർത്തി പിടിച്ച് വേദന കടിച്ചമർത്താൻ ശ്രമിച്ചു. അവൾ പതുക്കെ തലയാട്ടി. അതെ. ദയനീയമായ ആ ശബ്ദത്തിനൊപ്പം അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ ചാലുകളായി ഒഴുകാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ ആദിത്യന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. മതി കരഞ്ഞത്, മതിയടി. അവൻ ശബ്ദം അല്പം താഴ്ത്തി എന്നാൽ ഗൗരവത്തിൽ പറഞ്ഞു. താൻ ഇങ്ങോട്ട് വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അവൾക്ക് സ്വയം എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ആദിത്യൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ അവളെ കൈകളിൽ കോരിയെടുത്തു. പെട്ടെന്നുള്ള ആ ചലനത്തിൽ വേദന സഹിക്കാൻ വയ്യാതെ അനന്യ ഉറക്കെ കരഞ്ഞുപോയി. അവളുടെ കരച്ചിൽ കേട്ടതോ അതോ എന്തോ ആലോചിച്ചോ പെട്ടെന്ന് തന്നെ അവൻ കൈകൾ പിൻവലിച്ചു. അവൻ കൈവിട്ടതും ബാലൻസ് തെറ്റി അവൾ വീണ്ടും തറയിലേക്ക് തന്നെ വീണു.
രണ്ടാമതും തറയിലേക്ക് വീണതോടെ അനന്യയുടെ ഉള്ളിലെ സങ്കടം കടുത്ത ദേഷ്യത്തിലും പ്രതിഷേധത്തിനും വഴിമാറി. അവൾ സർവ്വശക്തിയും എടുത്ത് എഴുന്നേറ്റ് നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചൂടായി. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇങ്ങനെ പീഡിപ്പിക്കാനാണോ? മനുഷ്യനാണോ താൻ? അവളുടെ ആ ചോദ്യം കേട്ടതും ആദിത്യൻ്റെ ഭാവം മാറി. അവൻ വേഗത്തിൽ അവളുടെ അരികിലേക്ക് വന്ന് ദേഷ്യത്തോടെ അവളുടെ ചുണ്ടുകൾക്ക് നേരെ കുറുകെ കൈവിരൽ അമർത്തി പിടിച്ചു. മിണ്ടാതെ എൻ്റെ കൂടെ വാടി, അവൻ അടിയറവ് പറയാതെ സ്വരത്തിൽ കൽപ്പിച്ചു. അവളുടെ ഉള്ളിൽ തൻ്റെ സ്വന്തം വീടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇരച്ചു കയറി. പഠിച്ചുകൊണ്ടിരുന്ന തൻ്റെ ജീവിതം പെട്ടെന്നൊരു നാൾ മാറിമറിഞ്ഞതിൻ്റെ എല്ലാ സങ്കടവും ആ വാക്കുകളിലുണ്ടായിരുന്നു. അവൾ അവൻ്റെ വിരലുകൾ തട്ടി മാറ്റി അവൻ്റെ മുഖത്തേക്ക് നോക്കി അമർഷത്തോടെ പിറുപിറുത്തു. എല്ലാം എൻ്റെ വിധി. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന എന്നെ ഇങ്ങനെ ഒരാൾക്ക് കെട്ടിച്ചു തന്ന എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. അവരാണ് എന്നെ ഈ നരകത്തിലേക്ക് തള്ളിവിട്ടത്. ആദിത്യനൊന്നും മിണ്ടാതെ കത്തുന്ന മിഴികളോടെ അവളെ തന്നെ നോക്കി നിന്നു. ആ പുലർക്കാലത്തിൽ ആ മുറിക്കുള്ളിൽ പ്രണയത്തിന് പകരം പ്രതികാരത്തിൻ്റെ വിരഹത്തിൻ്റെ കനലുകൾ മാത്രമാണ് എരിഞ്ഞുകൊണ്ടിരുന്നത്. ആദിത്യൻ്റെ മുഖം ഒന്നുകൂടി കടുത്തു. ഉള്ളിൽ പുകയുന്ന ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അവൻ കട്ടിലിൽ വന്ന് ഇരുന്നു. മുറിയിലാകെ കനത്തൊരു നിശബ്ദത പടർന്നു. ഒന്ന് മിണ്ടാതിരിക്കുന്നേ, ഞാൻ വല്ല മെഡിക്കൽ ഷോപ്പിലും പോയി നിനക്ക് പുരട്ടാനുള്ള മരുന്ന് വാങ്ങി വരാം. കടിച്ചമർത്തിയ ദേഷ്യത്തോടെ അവൻ അവളോട് പറഞ്ഞു. അവൻ്റെ ശാസന കേട്ട് അവൾ പതിയെ കട്ടിലിൽ ഒരു കോണിലേക്ക് ഒതുങ്ങിക്കൂടി. വിറക്കുന്ന ശബ്ദത്തിൽ ഉള്ളിലെ ഭയം അവൻ പുറത്തെടുത്ത് അവൾ അവനോട് പറഞ്ഞു. എനിക്കിവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. അവളുടെ മറുപടി ആദിത്യനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. പേടിയോ? അപ്പോൾ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ നീ ഇവിടെ ഒറ്റയ്ക്കല്ലേടി നിന്നത്? അന്നുണ്ടാകാത്ത പേടി പിന്നെന്താ നിനക്ക് ഇന്ന്? അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അനന്യക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവൾ നിശബ്ദയായി തല താഴ്ത്തി. അവളുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീർ തുള്ളികൾ ഇറ്റുവീണു. ആ നിശബ്ദതയ്ക്കൊടുവിൽ ഉള്ളിലെവിടെയോ അവശേഷിച്ച് ധൈര്യം സംഭരിച്ച് അവൾ പതിയെ പറഞ്ഞു. നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? അതിനും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ എന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് തിരിച്ചെത്തിച്ചാൽ മതി. അപ്പുറം എനിക്ക് നിങ്ങളുടെ കൂടെ കഴിയാൻ ഒട്ടും താല്പര്യമില്ല. അനന്യയുടെ വാക്കുകൾ കേട്ടതും ആദിത്യൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വല്ലാത്തൊരു ശല്യമായി പോയി ഇവൾ. അവൻ സ്വയം വെറുപ്പോടെ പിറുപിറുത്തു. പിന്നീട് അവളുടെ നേർക്ക് തിരിഞ്ഞ് ദേഷ്യത്തിൽ അലറി. വാ, ഞാൻ കൊണ്ടുപോകാം നിന്നെ. ശരി. അവളുടെ ശബ്ദത്തിൽ ഒരു വാശിയും നിറഞ്ഞു. അവൾക്ക് സ്വയം നടക്കാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട് അവൻ വീണ്ടും അവളെ കൈകളെ കോരിയെടുത്തു. ഇത്തവണ അവൾ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. അവളെയും താങ്ങി അവൻ പടവുകളിറങ്ങി താഴേക്ക് നടന്നു. മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിനടുത്തേക്ക് അവൻ എത്തിയപ്പോഴേക്കും സെക്യൂരിറ്റി ഗാർഡ് ഓടിവന്ന് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. ആദ്യത്തിന് അവളെ കാറിൻ്റെ പിൻ സീറ്റിലേക്ക് പതിയെ കിടത്തി. പിന്നീട് കാറിൻ്റെ ഡോർ ശക്തമായി അടച്ച് ലോക്ക് ചെയ്ത ശേഷം അവൻ സെക്യൂരിറ്റിയോട് പറഞ്ഞു. വീടും ഗേറ്റും നന്നായി ലോക്ക് ചെയ്തേക്ക്. ഞങ്ങൾ ഹോസ്പിറ്റൽ വരെ പോവുകയാ. സെക്യൂരിറ്റി തലയാട്ടിയതും ആദിത്യൻ വേഗത്തിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കാർ ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് പാഞ്ഞു. വണ്ടിക്കുള്ളിൽ ഇരുവരും പരസ്പരമൊന്നും സംസാരിച്ചില്ല. അനന്യ വേദന കൊണ്ട് കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. ആദിത്യൻ്റെ ശ്രദ്ധ മുഴുവൻ റോഡിലായിരുന്നു. അരമണിക്കൂറോളം നീണ്ട ആ യാത്രക്കൊടുവിൽ അവൻ അവളുടെ കൂട്ടി നഗരത്തിലെ വലിയൊരു ആശുപത്രി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ വണ്ടി നിർത്തി. വണ്ടിയുടെ എഞ്ചിൻ ഓഫാകുമ്പോഴും ഇരുവർക്കുമിടയിൽ ദൂരവും പിണക്കവും കാറിനേക്കാൾ വേഗത്തിൽ വളരുകയായിരുന്നു. ആശുപത്രിയിലെ വരാന്തയിൽ അവർ നടന്നു. പെട്ടെന്നാണ് ആദിത്യൻ്റെ ശ്രദ്ധ അനന്യയുടെ കഴുത്തിലേക്ക് പതിഞ്ഞത്. വസ്ത്രത്തിലൂടെ പുറത്തേക്ക് കിടന്ന അവളുടെ താലിമാല കണ്ടതും അവൻ്റെ മുഖം കടുത്തു. അവൻ അവളുടെ മുന്നിൽ നടപ്പ് നിർത്തി. അല്പം അമ്പരപ്പോടെ അതിലേറെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ നിൽക്കുമ്പോൾ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലിമാല ഒന്ന് മറച്ചു വെച്ചൂടെ നിനക്ക്? അനന്യ ആശ്ചര്യത്തോടെ അവനെ നോക്കി. അവളുടെ ആ നോട്ടം കണ്ടപ്പോൾ അവൻ്റെ അമർഷം ഇരട്ടിച്ചു. അവൻ ചുറ്റും നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. നിന്റെ കഴുത്തിലെ താലി കണ്ട ഞാൻ നിന്നെ വിവാഹം കഴിച്ചെന്ന് എവിടെയുള്ളവർ തെറ്റായി കരുതും. എനിക്കത് ഇഷ്ടമല്ല. അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിലേക്കാണ് ചെന്ന് തറച്ചത്. അപമാനവും സങ്കടവും ഒരുപോലെ ഇരച്ചു കയറിയെങ്കിലും ഇത്തവണ അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ നേരെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തിരികെ ചോദിച്ചു. നമ്മുടെ കല്യാണം കഴിഞ്ഞത് തന്നെയല്ലേ? ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ കല്യാണം കഴിഞ്ഞെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അതിലെന്താണ് തെറ്റുള്ളത്? അവളുടെ ആ ചോദ്യം ആദിത്യനെ പൂർണ്ണമായി പ്രകോപിപ്പിച്ചു. അവൻ്റെ താടിയിലുകൾ ദേഷ്യം കൊണ്ട്
വിറച്ചു. അവളോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൻ മുഖം തിരിച്ചു. നിന്നോട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് സൗകര്യമില്ല, അവൻ പരുഷമായി പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ, നീ എൻ്റെ വെറും വൈഫൊന്നുമല്ല, എൻ്റെ വീട്ടിലെ ജോലിക്കാരി മാത്രമാണ് നീ. പിന്നെന്തിനാ ഇപ്പോൾ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വരുന്നേ? അവൻ്റെ ഓരോ വാക്കും അവളെ ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. എന്നിട്ടും അവൾ തൻ്റെ കഴുത്തിലെ താലിമാല മാറ്റാനോ വസ്ത്രത്തിനുള്ളിലേക്ക് ഒളിപ്പിക്കാനോ തയ്യാറായില്ല. അവൾ ഭാവഭേദമില്ലാതെ അങ്ങനെ തന്നെ നിന്നു. അനന്യ തൻ്റെ വാശി ഉപേക്ഷിക്കില്ലെന്ന് കണ്ടതും ആദ്യത്തെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ദേഷ്യമിരച്ച് കരയവനൊട്ടും ദാക്ഷിണ്യമില്ലാതെ അവളുടെ അരികിലേക്ക് ആഞ്ഞെടുത്തു. അവൾ തടയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ദേഷ്യത്തോടെ അവളുടെ കഴുത്തിലെ മാല ബലമായി വലിച്ചഴിച്ചു. പെട്ടെന്നുള്ള ആ വലിപ്പിൽ അവളുടെ കഴുത്തിൽ ചെറിയൊരു പോറലേറ്റു. അവളുടെ ആത്മാഭിമാനത്തെ കൂടിയാണ് അവൻ ആ നിമിഷം അറുത്തെറിഞ്ഞത്. വേദന കൊണ്ടും അപമാനം കൊണ്ടും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. തൻ്റെ കഴുത്തിൽ നിന്നും അടർത്തിയെടുത്ത ആ മാലയും പിടിച്ചു കത്തുന്ന മിഴികളോടെ നിൽക്കുന്ന ആദിത്യനെ നോക്കുമ്പോൾ താൻ ചെന്നു പെട്ടിരിക്കുന്നത് തിരിച്ചു വരാത്ത ഒരു നരകത്തിലേക്കാണെന്ന് അവൾ ഒരിക്കൽ കൂടി തിരിച്ചറിയുകയായിരുന്നു.